ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ണിത്തണ്ട് അഥവാ വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഏറെ ഔഷധ ഗുണമുള്ള ഉണ്ണിത്തണ്ട് ശരീരത്തിന് അത്യുത്തമമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ എനിക്കൊരു കഷ്ണം ഉണ്ണിത്തണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ പോളയൊക്കെ നീക്കം ചെയ്യാം. ഈ ഉള്ളിലത്തെ ഈ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ആദ്യം ഇതുപോലെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കറ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഉണ്ണിത്തണ്ട് പരിപ്പ് ചേർത്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളപ്പയറിൻ്റെ കൂടെയും ചെറുപയറിൻ്റെ കൂടെയൊക്കെ ഇത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കൂടുതലും പരിപ്പിട്ട് വയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുനുകുനാന്നിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് വെള്ളത്തിലിടാം. അങ്ങനെ എല്ലാതും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു നാരുണ്ടല്ലോ അതിങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പപ്പടത്തിൻ്റെ കോലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ആ കോലിൽ ആ നൂലൊക്കെ ഇങ്ങനെ ചുറ്റി വരും. നൂലല്ല നാര്. ഇത് നമുക്ക് കളയാം. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് വേറെ കിട്ടും. എന്നിട്ട് അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത പോലെ കിട്ടും തോരൻ വയ്ക്കുമ്പോൾ. ഇതിലൊരുപാട് നാരുകളുണ്ട്. പ്രമേഹം കുറയ്ക്കുന്നതിനും ശരീരത്തിലെ ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിനും പിത്താശയത്തിലെ കല്ല് പുറന്തള്ളുന്നതിനൊക്കെ ഉണ്ണിത്തണ്ട് വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ണിത്തണ്ട് കിട്ടുകയാണെങ്കിൽ തോരനൊക്കെ വെച്ച് കഴിക്കണം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പരിപ്പ് കുറച്ച് നേരം കുതിർത്തി വെച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് വേവിക്കാം. പരിപ്പ് തന്നെ വേവിച്ചെടുത്തിട്ട് അവസാനം ചേർത്താലും മതിയാവും. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഉണ്ണിത്തണ്ട് ഒരുവിധം വെന്ത് കഴിഞ്ഞു. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഉരുളിയോ ഒരു പാനോ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരുവിധം മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളം വറ്റുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് കുക്കാവുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാം വെള്ളം വറ്റി കഴിഞ്ഞു.
നന്നായിട്ട് ഇത് ഉതിർന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉണ്ണിത്തണ്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എത്ര കിട്ടിയാലും ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.